ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖം തന്നെ കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഉപ്മാവ്, റവ ഉപ്മാവാണ്. എളുപ്പപ്പണിയാണല്ലോ, അപ്പോൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് പറയാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ടു, കടലപ്പരിപ്പിട്ടു, വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കും കേട്ടോ. അത് അളന്നിട്ടാണ് വെള്ളം ഒഴിക്കുക. പക്ഷെ ഞാൻ അളക്കാറൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഒരളവിൽ അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ ചിലർക്ക് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സിന് 1 ഗ്ലാസ് അങ്ങനെയൊക്കെ എന്തോ അളവൊക്കെ ഉണ്ട്. എൻ്റെ മക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എനിക്കിഷ്ടം കുറച്ച് വെള്ളം ലൂസായിട്ടുള്ള ഉപ്മാവാണ്. എനിക്ക് പൊടിയായിട്ടുള്ള വലിയ ഇഷ്ടമല്ല. ചോറപ്പുറത്താകുന്നുണ്ട്, ഇനി കറികളൊക്കെ വെക്കണം. അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്മാവ് വെള്ളം തിളക്കട്ടെ. എന്നിട്ട് റവ ഞാൻ വറുത്ത റവ വാങ്ങിയിട്ട് ഒന്നും കൂടി ഞാൻ വറക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു പൂത്ത സ്മെല്ല് വരുള്ളൂ നമ്മളെടുത്ത് വെച്ചാൽ. ആ റവയാണ് ഇട്ടത്, വറുത്ത് വയ്ക്കുന്നതാണ് ഞാൻ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഇടുക. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് റവ ഇടാം. ഇതാ വെള്ളം നല്ലോണം തിളച്ചു കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കുറേശ്ശായിട്ട് റവ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങനെ ഒന്നായിട്ട് ഇടാൻ പാടില്ല, കുറേശ്ശായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നല്ല കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ ലൈക്കും അതേപോലെ കമൻറ്റും ഒക്കെ വളരെ കുറവാട്ടോ. വീഡിയോ ഒന്നും എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും കമൻറ്റും എല്ലാം കുറവാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ കുഞ്ഞു വീഡിയോകളായിരിക്കും, വലിയ കണ്ടൻറ്റുകളൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അത്രയൊക്കെ പ്രായമായാലും എത്രയൊക്കെയല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കുറേയൊന്നും അറിയില്ല. അതൊക്കെ എൻ്റെ കൂട്ടുകാരെ തിരിച്ച് തരുന്നുണ്ട്, അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ. ഇതാ ഉപ്മാവ് നോക്ക്, ഞാൻ വിചാരിച്ച പോലെ ആയില്ല കേട്ടോ. അങ്ങനെ ഇതാണ് ഷോ. എന്നാലും ശരി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇങ്ങനെ പൊടിയായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ്. ചിലവർ ഇതിലേക്ക് ചട്നി അരയ്ക്കും കേട്ടോ. പിന്നെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടും. എനിക്ക് കറിയൊന്നും ഇഷ്ടമില്ല. ചട്നി അരച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുക. ഞാൻ കട്ടൻ ചായയും പഴവും ഇട്ടിട്ട് ഞാൻ കഴിക്കുക അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെയും പറയാണ്, ലൈക്ക് വളരെ കുറവാണ്, കമൻറ്റും കുറവാണ്. എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് അയക്കുക കേട്ടോ. അതെന്താണെങ്കിലും ഞാനത് തിരുത്താവുന്നതാണ്. അപ്പോൾ എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും ഇടുക, എന്നാലല്ലേ നമുക്കതിൽ എന്താ പോരായ്മ വന്നെന്ന് അറിയുള്ളൂ. ചില കൂട്ടുകാരൊക്കെ അങ്ങനെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഞാനത് പോസിറ്റീവായിട്ട് എടുക്കാറുമുണ്ട്, ഞാൻ നെഗറ്റീവായിട്ട് എടുക്കില്ല കേട്ടോ. കാരണം നമുക്കെല്ലാം അറിവൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളെല്ലാം അറിയുന്ന പോലെ അഹങ്കരിക്കാൻ പാടില്ലല്ലോ. അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് അനുസരിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. കമൻറ്റും ലൈക്കും തരാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും പ്ലീസ്.